വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ് വിത്ത് ബെനാസർ ഖാലിദ്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ ക്ലാസ് ഇടാൻ സാധിച്ചില്ല. കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം ക്ലാസ് ഇടാൻ സാധിച്ചില്ല. അപ്പോൾ നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഇടുന്നതായിരിക്കും. തീർച്ചയായും കേറ്ററ്റ് LPUP പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ തീർച്ചയായും ഈ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലൂടെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിരുന്ന കേറ്ററ്റിനും അതുപോലെ LPUPക്കും ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓർക്കുക, നമ്മളിവിടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പഠിക്കുന്നവരെ റിവിഷൻ ചെയ്യുന്നവരെല്ലാം ഈ ഒരു ക്ലാസ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് വളർച്ച വികാസം എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് വളർച്ചയുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാവരും ഇത് ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ആ കാര്യങ്ങൾ പഠിച്ച് നമുക്ക് വികാസവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വികാസവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിനേഷൻ ചോദിച്ചെന്ന് അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യനിൽ നമ്മൾ വികാസം സംബന്ധിച്ച പ്രസ്താവനകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ എക്സാമിന് നമ്മൾ വികാസത്തെ സംബന്ധിച്ച പ്രസ്താവനകൾ തെറ്റായത് ഏതാണ്, അല്ലെങ്കിൽ വികാസവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. തീർച്ചയായും നമ്മൾ ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് വെച്ചിരുന്നാൽ നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ചോദ്യം എന്തായിരുന്നു? വികാസം സംബന്ധിച്ച പ്രസ്താവനകൾ ഏതെല്ലാം എന്നായിരുന്നു. അപ്പോൾ നമുക്ക് അത് ഓരോന്നായിട്ട് മനസ്സിലാക്കാം. വികാസം എന്ന് പറയുന്നത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മതയിലേക്ക് കടക്കും. അപ്പോൾ വികാസം അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അപ്പം LPUP പരീക്ഷ ഉള്ള എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ മലയാളം ടേംസും കൂടെ മനസ്സിലാക്കി വെക്കുക. എന്നാൽ വികാസം എന്ന് പറയുന്നത് സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മതയിലേക്ക് കടക്കുന്ന ഒരു എന്താണ് ഒരു പ്രക്രിയയാണ് അല്ലെ. ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് എന്താണ്? സ്ഥൂലത്തിൽ നിന്ന് ആരംഭിക്കുന്നത്, അതായത് ജനറൽ ടു സ്പെസിഫിക്. ഉദാഹരണം നമുക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ നവജാത ശിശുക്കളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? അവരൊരു വസ്തുവിനെ എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ എന്താണ് അല്ലെങ്കിൽ കൈ മൊത്തത്തിൽ ഉപയോഗിച്ചായിരിക്കും ഒരു വസ്തുവിനെ. ഒരു ഉദാഹരണത്തിന് ബോൾ എടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ആ കുട്ടി എന്താണ് കൈ മൊത്തത്തിൽ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അമ്മ ബോൾ എടുക്കാൻ ശ്രമിക്കുന്നത് അല്ലെ. മുഴുവൻ കൈ ഉപയോഗിച്ചായിരിക്കും ആ ബോൾ എടുക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ വളരുന്ന അനുസരിച്ച് കുട്ടികൾ എന്ത് ചെയ്യും? കുട്ടികൾ പതുക്കെ അവർ വളർച്ചയുടെ തോത് കൂടുന്നതനുസരിച്ച് അവരെന്ത് ചെയ്യും? ഈ പറയുന്ന പ്രക്രിയകളെല്ലാം എന്താണ് കൈകാലിലെ വിരലുകൾ ഉപയോഗിച്ച് എടുക്കാനായിട്ട് ശ്രമിക്കും. അതായത് ഉദാഹരണത്തിന് വിരലുകൾ ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ ബോളിന്റെ കാര്യം പറഞ്ഞാൽ ഒരു പേന, ഒരു കൊച്ചു കുട്ടി അല്ലെങ്കിൽ നവജാത ശിശു എന്തെങ്കിലും ഒരു സാധനം പിടിക്കുന്നത് എങ്ങനെയായിരിക്കും? മുറുകെ പിടിക്കുന്നത് മൊത്തവും കൈ മൊത്തം ഉപയോഗിച്ചായിരിക്കും പിടിക്കുന്നത് അല്ലെ. എന്നാൽ വളരുന്നതനുസരിച്ച് അപ്പോൾ ഒരു വിരല് ഉപയോഗിച്ച് അവർക്ക് എഴുതാനും വരയ്ക്കാനും ഒക്കെ പേനയും പെൻസിലും ഒക്കെ പിടിക്കാനുള്ള ഒരു കഴിവ് അവർ ആർജിച്ചെടുക്കും. അപ്പൊ അവിടെ വികാസമാണ് സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് വികാസം സംഭവിക്കുന്നത്? സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മതയിലേക്ക്, അതായത് ജനറലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ സ്പെസിഫിക്കിലേക്ക് പോകുന്നു. അതായത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉദാഹരണം നമ്മൾ പറഞ്ഞ നവജാത ശിശുക്കളെ കുറിച്ച്, അല്ലെങ്കിൽ കൊച്ചു കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർ മൊത്തത്തിൽ ഭാഗങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് അവർ വളരെ കുറച്ച് വിരലുകൾ മാത്രം ഉപയോഗിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ അതാണ് അവിടെ വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മതയിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നുണ്ട് അർത്ഥമാക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിന്റെ റെപ്പിറ്റേഷൻ ആണ്. അവിടെ നമ്മൾ അടുത്ത പ്രസ്താവനയിലേക്ക് നോക്കിയാണ്. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ വ്യത്യസ്ത നിരക്കിലാണ് നടക്കുന്നത്. അപ്പോൾ വികാസം എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ ശരീരഭാഗങ്ങളും അല്ലെങ്കിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെയാണ് നടക്കുന്നത് അല്ലെ. വികാസം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത നിരക്കിലാണ് നടക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ മസ്തിഷ്കത്തിന്റെ വളർച്ച എടുക്കുകയാണെങ്കിൽ അത് മസ്തിഷ്കം എന്ന് പറയുന്നത് 7-8 വയസ്സാകുമ്പോഴേക്കും അതിന്റെ വളർച്ച പൂർത്തിയാകുന്നു. എന്നാൽ വികാസം സംഭവിക്കുന്നത് പിന്നീടാണ്. അപ്പൊ മസ്തിഷ്കത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് 7-8 വയസ്സാകുമ്പോൾ പൂർണ്ണമാകുന്നു. വികാസം എന്ന് പറയുന്നത് പിന്നീടാണ് ത്വരിതമായി നടക്കുന്നത്. അപ്പൊ വികാസം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എങ്ങനെ നടക്കുന്നു? വ്യത്യസ്ത നിരക്കിലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത പോയിന്റ് നോക്കാം. വികാസം പരസ്പര ആശ്രയത്വമുള്ളവയാണ്. വികാസം എന്ന് പറയുന്നത് പരസ്പര ആശ്രയത്വമുള്ളവയാണ്. പരസ്പരം പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് വികാസം നടക്കുന്നത് മനസ്സിലാക്കുക. അതായത് കായികം, ഭൗതികം, വൈകാരികം, സാമൂഹികം എന്നീ വികാസങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ വികാസം എന്ന് പറയുന്നത് പലതരത്തിലുള്ള വികാസമാണ് ശരീരത്തിൽ നടക്കുന്നത് അല്ലെ. അപ്പൊ കായികമായുള്ള വികാസം നടക്കാം, ഭൗതികമായിട്ട് അല്ലെ, അതുപോലെ തന്നെ വൈകാരികം, സാമൂഹികമായിട്ടുള്ള വികാസങ്ങളെല്ലാം പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാ വികാസങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ മനസ്സിലായോ? അപ്പൊ എന്താണ് വികാസം എന്ന് പറയുന്നത്? പരസ്പര ആശ്രയത്വമുള്ളവയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പഠിച്ചതാണ് വികാസം പരസ്പര ആശ്രയത്വമുള്ളവയാണ്. ഇനി നോക്കാം. 4, വികാസം പ്രവചിക്കാൻ സാധിക്കും. വികാസം എന്ന് പറയുന്നത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? ബുദ്ധിശക്തി, അഭിരുചി, സാമൂഹ്യ ബന്ധം തുടങ്ങിയവയെല്ലാം സൂക്ഷ്മമാപിനിയുടെ സഹായത്താൽ മനഃശാസ്ത്രജ്ഞർ നിർണ്ണയിക്കുവാൻ സാധിക്കുന്നതിനാൽ ഒരു കുട്ടിയുടെ വികാസം പ്രവചിക്കാൻ സാധിക്കും. അപ്പോൾ ബുദ്ധിശക്തി,
അഭിരുചി, സാമൂഹ്യ ബന്ധം, ഇതെല്ലാം നമുക്ക് സൂക്ഷ്മ മാപിനിയുടെ സഹായത്തോടു കൂടി നിർണ്ണയിക്കാൻ സാധിക്കും. അതിനാൽ ഒരു കുട്ടിയുടെ വികാസം നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും. ആ ഒരു കുട്ടിയുടെ ബുദ്ധിശക്തി എടുക്കുകയാണെങ്കിൽ, ഒരു കുട്ടി നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടിയാണെങ്കിൽ അവൻ ഈ ഒരു നിലയിൽ എത്തും എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കും. അതാണ് ഈ കുട്ടിയുടെ വികാസം പ്രവചിക്കാൻ സാധിക്കുമെന്ന് അർത്ഥമാക്കുന്നത്. അതിന് എന്തെങ്കിലും ഒരു കഴിവ്, അഭിരുചി, ഒരു കലയിലോ അല്ലെങ്കിൽ അതുപോലെ ഒരു ചിത്രരചനയിലൊക്കെ അഭിരുചിയുള്ള കുട്ടി നല്ലൊരു പെയിന്റർ ആവും, അല്ലെങ്കിൽ നല്ലൊരു റൈറ്റർ ആവും എന്നൊക്കെ നമുക്ക് ആ കുട്ടിയുടെ വികാസം പ്രവചിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. വികാസം എന്ന് പറയുന്നത് പ്രവചിക്കാൻ സാധിക്കുന്നു. കാരണം എന്താണ്? ബുദ്ധിശക്തി, അഭിരുചി, സാമൂഹ്യ ബന്ധം തുടങ്ങിയ നമുക്ക് സൂക്ഷ്മ മാപിനിയുടെ സഹായത്താൽ നിർണ്ണയിക്കാൻ സാധിക്കുന്നു. അതിനാൽ ഒരു കുട്ടിയുടെ വികാസം എന്ത് ചെയ്യുന്നു? പ്രവചിക്കാൻ സാധിക്കും. ഇനി വികാസം എന്ന് പറയുന്നത് ക്രമീകൃതവും അനുസ്യൂതവും സഞ്ചിത സ്വഭാവത്തോടും കൂടിയതാണ്. വികാസം എന്നതിന് ക്രമമായിട്ടാണ് നടക്കുന്നത്. വികാസം എന്താണ്? ക്രമീകൃതമാണ്. ഇനി അനുസ്യൂതമാണ്. അത് വികാസം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അനുസ്യൂതമായി നടക്കുന്നത്. ഇപ്പൊ ഗർഭധാരണം മുതൽ മരണം വരെ വ്യക്തിയിൽ എന്ത് നടക്കുന്നുണ്ട്? വികാസം നടക്കുന്നുണ്ട്. എന്നാൽ വികാസത്തിന്റെ ഒരു വേഗത എന്ന് പറയുന്നത് ഏറ്റക്കുറച്ചിലുണ്ടാകും. ചില സമയത്ത് വികാസം വളരെ ദ്രുതഗതിയിൽ നടക്കുന്നു, എന്നാൽ ചില സമയത്ത് വികാസം മന്ദഗതിയിലും നടക്കും. അപ്പൊ അതാണ് ഇവിടെ വികാസം അനുസ്യൂതമായ ഒരു പ്രക്രിയയാണെന്ന് പറയാൻ കാരണം. വികാസം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഡെവലപ്മെന്റ് എന്നൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇനി സഞ്ചിത സ്വഭാവത്തോടു കൂടിയവയാണ് വികാസം എന്ന് പറയുന്നത്, അല്ലെ? അതായത് വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ് പറയുന്നത്. ഓരോ വികാസം ഒന്നിനൊന്ന് ചേർന്നാണ് രൂപപ്പെടുന്നത്. ഒരു ഭാഗം വികസിച്ചതിന് ശേഷം അതിനോടനുബന്ധിച്ച് അടുത്ത ഭാഗത്തിലേക്ക് വികാസം നടക്കുന്നു. അതാണ് വികാസം എന്ന് പറയുന്നത്. സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ് വികാസം എന്ന് പറയുന്നത്. ഡെവലപ്മെന്റ് ഈസ് ക്യുമുലേറ്റീവ്, അല്ലെങ്കിൽ സഞ്ചിത സ്വഭാവത്തോടു കൂടിയാണ് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മള് വികാസത്തെ കുറിച്ചുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്? വികാസം എന്ന് പറയുന്നത്, അടുത്ത ചോദ്യം നോക്കിയേ. ശരിയായ സാമൂഹ്യ വികാസം ഉണ്ടാകാത്ത കുട്ടിയിൽ മൂല്യവികാസത്തിൽ അല്ലെങ്കിൽ മോറൽ ഡെവലപ്മെന്റിൽ കുറവുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട വികസന തത്വം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ശരിയായ സാമൂഹ്യ വികാസം ഉണ്ടാകാത്ത കുട്ടിയിൽ മൂല്യവികാസത്തിൽ, അതായത് മോറൽ ഡെവലപ്മെന്റിൽ കുറവുണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട വികസന തത്വം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്താണ് അർത്ഥം? വികാസം പരസ്പര ആശ്രയത്വത്തിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, കായികം, ഭൗതികം, സാമൂഹികം എന്ന് പറയുന്ന എല്ലാ വികാസങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അതിവിടെ സാമൂഹിക വികാസം ശരിയായ രീതിയിൽ ഉണ്ടാകാത്ത ഒരു കുട്ടിയിൽ മൂല്യവികാസത്തിലും അതിന്റെ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. വികസനവുമായി ബന്ധപ്പെട്ട തത്വം ഏതാണ്? വികാസം പരസ്പര ആശ്രയത്വത്തിലാണ്. അപ്പൊ എല്ലാ വികാസങ്ങളും പരസ്പരം എന്ത് ചെയ്യുന്നു? ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഏതെങ്കിലും ഒരു വികാസത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നു, ഇവിടെ പറഞ്ഞിരിക്കുന്ന സാമൂഹിക വികാസത്തിൽ കുട്ടികൾക്ക് കുറവുണ്ട് തോന്നിയ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റുള്ള വികാസങ്ങളും അത് ബാധിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പൊ എന്താണ് അതുമായി ബന്ധപ്പെട്ട വികസന തത്വം ഏതാണ്? വികാസം പരസ്പര ആശ്രയത്വത്തിലാണ്. അപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ വികസന തത്വം ഏതാണെന്ന് മനസ്സിലാക്കുക. ഏതാണത്? വികാസം പരസ്പര ആശ്രയത്വത്തിലാണ്. കിട്ടിയെന്ന് വിശ്വസിക്കും. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ശാരീരിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അപ്പൊ ശാരീരിക വികാസത്തെ ഏതൊക്കെ ഘടകങ്ങളാണ് സ്വാധീനിക്കുന്നത്? അപ്പൊ ശാരീരിക വികാസത്തിന് സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ മനസ്സിലാക്കി വെക്കാം. പാരമ്പര്യം, പരിസ്ഥിതി, കായികാഭ്യാസം. അത് ശാരീരിക വികാസവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? പാരമ്പര്യം, പരിസ്ഥിതി, കായികാഭ്യാസം. ശാരീരിക വികാസം, ഫിസിക്കൽ ഡെവലപ്മെന്റ്, അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഏതൊക്കെ പറയാം? പാരമ്പര്യം, പരിസ്ഥിതി, കായികാഭ്യാസം. അത് ഓർത്തു വയ്ക്കും. അടുത്ത് നോക്കാം. വ്യക്തിവികാസം തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? വ്യക്തിവികാസം തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഹാവിംഗ് ഹേസ്റ്റ് ആണ്. അപ്പൊ ഹാവിംഗ് ഹേസ്റ്റ് എന്ന പേര് നമ്മൾ ഓർത്തു വെച്ചിരിക്കണം. എന്താണ് വ്യക്തിവികാസം എന്ന് പറയുന്ന തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഹാവിംഗ് ഹേസ്റ്റ്. ഇനി അദ്ദേഹം അവതരിപ്പിച്ച പ്രമേയമാണ് ഡെവലപ്മെന്റൽ ടാസ്ക്. അപ്പൊ ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറയുന്നത് അവതരിപ്പിച്ച പ്രമേയമാണ്? ഹാവിംഗ് ഹേസ്റ്റ് അവതരിപ്പിച്ച പ്രമേയമാണ്. ഈ പ്രമേയത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അതായത് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള പാഠ്യപദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടതെന്നും അവരുടെ പഠനാനുകൂല സമയം ഏതായിരിക്കണമെന്നും അധ്യാപകരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഡെവലപ്മെന്റ് ടാസ്ക്. ഡെവലപ്മെന്റ് ടാസ്ക് എന്ന പ്രമേയത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏത് തരം പാഠ്യപദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടത്, ഇനി അവരുടെ പഠന അനുകൂല സമയം ഏതായിരിക്കുമെന്നും അധ്യാപകർ ബോധ്യപ്പെടുത്തേണ്ടത്. അപ്പൊ അധ്യാപകരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ് ടാസ്ക് എന്ന പ്രമേയം അവതരിക്കപ്പെട്ടത്. അപ്പൊ ഇത് അവതരിപ്പിച്ചത് ആരാണ് ചോദിച്ചാൽ അത് ഹാവിംഗ് ഹേസ്റ്റ് ആണ്. അപ്പൊ വ്യക്തിവികാസം തുടർച്ചയായ പഠന പ്രക്രിയയുടെ ഫലമാണെന്ന് അഭിപ്രായപ്പെട്ടത് ഹാവിംഗ് ഹേസ്റ്റ് ആണ്. ഇനി എന്താണ് ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറഞ്ഞ പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹം തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഡെവലപ്മെന്റ് ടാസ്കിൽ ഒരു അധ്യാപകനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി, എന്ത് ബോധ്യപ്പെടുത്തുന്ന, ഏത് ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഏത് തരം പാഠ്യപദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടതെന്നും
അവരുടെ പഠനാനുകൂല സമയം ഏതാണെന്നും ഒരു അധ്യാപകൻ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറയുന്ന ഒരു പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്ന് വികാസവും ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത്, വളരെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ അടുത്തുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും ഈ ക്ലാസ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം മാക്സിമം ഇത്തരത്തിൽ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ ഫ്രം മീ. താങ്ക് യു.